ബ്ലസ്സിയുടെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ ചിത്രമാണ് തന്മാത്ര. മറവി രോഗം ബാധിച്ച രമേശൻ നായർ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ എടുത്താൽ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്നവയിൽ ഒന്നാണ് തന്മാത്രയിലെ രമേശൻ നായർ. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച രമേശൻ നായരുടെ മകനായ മനുവിനെ അവതരിപ്പിച്ചത് നടൻ അർജുൻ ലാലാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മനുവിന്റെ കൂട്ടുകാരിയായി അഭിനയിച്ചത് നന്ദിനി ആർ നായരാണ്. ആ സിനിമ തന്റെ ജീവിതത്തിന് സമ്മാനിച്ച നാടകീയ നിമിഷങ്ങൾ വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ. നന്ദിനി ഇപ്പോൾ IRS ഉദ്യോഗസ്ഥയാണ്. തന്മാത്രയിൽ അഭിനയിച്ച കുട്ടി യഥാർത്ഥ ജീവിതത്തിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തപ്പോൾ പലർക്കും അതിലൊരു നാടകീയത അനുഭവപ്പെട്ടെന്ന് നന്ദിനി മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലൂടെ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നന്ദിനിക്ക് സിവിൽ സർവീസ് എഴുതണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ നന്ദിനിയുടെ ആഗ്രഹത്തിന് നേരെ വിപരീതമായ കഥാപാത്രമായിരുന്നു തന്മാത്രയിൽ കിട്ടിയത്. പഠിത്തത്തിൽ അധികം താല്പര്യമില്ലാത്ത ഒരു കഥാപാത്രം. വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിവിൽ സർവീസ് പാസ്സായപ്പോൾ എല്ലാവർക്കും അതിലൊരു നാടകീയത അനുഭവപ്പെട്ടെന്നും നന്ദിനി പറയുന്നു. സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്ന കാലത്ത് മെയിൻ എക്സാമിന് മുൻപ് പത്രവാർത്തകളൊക്കെ മുറിച്ചെടുത്ത് അടിവരയിട്ട് റഫറൻസായി സൂക്ഷിക്കുമായിരുന്നു നന്ദിനി. ഈ പത്രത്താളുകൾ മറിക്കുമ്പോഴൊക്കെ തന്മാത്രയിൽ രമേശൻ നായർ മകനു വേണ്ടി തയ്യാറാക്കി വെച്ച പത്ര കട്ടിങ്ങുകൾ കാണിച്ചു കൊടുക്കുന്ന ആ സീനിനെ ഓർമ്മിക്കുന്നതായിരുന്നു അത്. അതൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് നന്ദിനിയും അവിടെയുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവം എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കില്ലല്ലോ. ആ ഡ്രാമ രസകരമായി തോന്നുന്നുവെന്നും നന്ദിനി പറയുന്നു. കുട്ടിക്കാലം മുതൽ നാടകത്തിൽ സജീവമായിരുന്ന നന്ദിനിക്ക് തന്മാത്രയിൽ അഭിനയിക്കാൻ അവസരം നേടിക്കൊടുത്തത് സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് ആണെന്നും നന്ദിനി ഓർമ്മിക്കുന്നു.